അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമിനടുത്തുള്ള ഹിൽ വ്യൂ പാർക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹിൽ വ്യൂ പാർക്കിൻ്റെ ഏകദേശം ഒരു സൈഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും തന്നെ ഏകദേശം ഓരോ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്ഡേഷനാണ് നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്, കാണാനൊക്കെ ഭംഗിയാണ്, നമ്മുടെ ഡാമും പ്രദേശങ്ങൾ കാണാൻ ഭംഗിയാണ്. അതുകൂടാണ്ട് ഇന്ന് ചെറിയൊരു തണലും വെയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാം നല്ല അടിച്ച് വൃത്തിയാക്കി നല്ല ക്ലിയർ ആക്കിയിട്ടിരിക്കുക, നല്ല മനോഹരമൊക്കെയാണ്. ഇവിടെ ബാത്റൂമിൽ കയറിയപ്പോൾ ആണെങ്കിൽ പോലും നല്ല മനോഹരമായ രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത്, ഇവിടെ ഏത് സമയം ക്ലീൻ ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാം ക്ലീൻ ചെയ്ത് നല്ല മനോഹരമായിട്ട് നല്ല പച്ച പുല്ല്, നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പച്ച പുല്ലുണ്ടോ, പച്ച പുല്ല് തന്നെ. അതുപോലെ തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ട് പച്ച കളറിലുള്ള ചെടികൾ നിൽക്കുന്നു. അപ്പോൾ മുമ്പ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് ആൾക്കാരുകളൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയയാണ്, വിശ്രമിക്കാനും മറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയയാണ്. നമുക്ക് നടന്ന് സമയം ഇഷ്ടം പോലെ നമുക്ക് കളയാനായിട്ട് ഉള്ള അവസരങ്ങൾ നമുക്കെല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രദേശങ്ങൾ മുഴുവൻ നമ്മൾ കാണിക്കും. അപ്പോൾ തുടർന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, നമ്മൾ ഹിൽ വ്യൂ പാർക്കിന് നമ്മൾ ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഗേറ്റെങ്കിൽ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പിന്നെ ഓപ്പൺ ഏരിയ ഉണ്ട്. ഇതാണ് ഗേറ്റ് ഭാഗം. ഇവിടെ നിന്നാണ് നമ്മൾ ഈ പാസ്സൊക്കെ എടുത്ത് നമ്മൾ മുകളിലേക്ക് നടന്നു വേണം പോകാൻ. വാഹനങ്ങളൊന്നും കയറ്റി വിടില്ല. വയ്യാത്തവരാണെങ്കിൽ വാഹനങ്ങൾ സ്പെഷ്യലായിട്ട് കയറ്റി വിടും. ഇവിടെയാണ് പാസ്സൊക്കെ എടുക്കുന്നത്. ഇത് നമ്മൾ അതിൻ്റെ ഗേറ്റിന് ഫ്രണ്ട് വരുമ്പോഴത്തേക്കുള്ള ഹിൽ വ്യൂ പാർക്ക് എഴുതിച്ചേക്കുന്നുണ്ടോ, ഇതിലെയാണ് നമ്മൾ കയറുന്നത്. അവിടെ നമുക്ക് അറിയിപ്പുകളൊക്കെ കുറേ ഉണ്ട്. അവിടെ മിതമായ രീതിയിലുള്ള പാസ്സുകളൊക്കെ വരുന്നുണ്ട്. മതി, പോരെ പോരെ പോരെ. ഞാൻ ഫോട്ടോ എടുക്കട്ടെ, ഇത് വീഡിയോ ആണ്. എറണാകുളത്ത് നിന്ന് രണ്ട് സുഹൃത്തുക്കൾ ആദ്യമായിട്ടാണ് ഹിൽ വ്യൂ പാർക്കിൽ വരുന്നത്. അപ്പോൾ ഹിൽ വ്യൂ പാർക്കിൻ്റെ ഭംഗികളൊക്കെ അവർ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനേ അങ്ങോട്ട് ഓടിച്ചല്ലേ ഓടിച്ചില്ല. നമസ്കാരം, സ്വാഗതം. ഒന്നല്ല 2 വിക്കറ്റാണ് ഇപ്പോൾ ഒറ്റയടി. അതിന്റെ ആ സൈഡിൽ കൂടെ എങ്ങാണ്ട് പോയി നിൽക്കത്തില്ലേ? ഇപ്പൊ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. എത്താം. എന്തായാലും നവമി ദിനേശാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ
ക്ലാസ് എല്ലാം 3-4 വീട്ടിൽ കിടക്കുന്ന എടുക്കും. ഇതുവരെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ ജസ്റ്റ് വന്നിട്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു. അതാണൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതിന് നമ്മൾ എഡിറ്റ് ചെയ്തിടുമ്പോഴത്തേക്കിന് പുറകിൽ പാട്ടൊക്കെ ആയിട്ടാണ് വരുള്ളൂ. 2 ബട്ടർഫ്ലൈ ഇങ്ങോട്ട് വന്നിരുന്നു. അവിടെ പോയി ഇന്നോട് കുഞ്ഞി എടാ എടാ നീ ഫോട്ടോ എടുക്കാം, എടുത്തിട്ട് മതി. എടാ എൻ്റെ ക്യാമറ ഇതാ മരത്തമ്മ ഇരിക്കുന്നു, അതിൻ്റെ വീട്ടിൽ ആ ഷർട്ടിൻ്റെ അടിയിൽ. ഇതിനകത്ത് എണീക്ക് ഇറങ്ങണ വലിയ പാടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ സെറ്റാ. അതിൻ്റെ ഒരു ഭംഗി നല്ലത് ഒരാൾ പറഞ്ഞ ഒരു സെറ്റപ്പാണ്. ശരിയാ. ഒരാൾ കപ്പിൾസിൻ്റെതും പിന്നെ സിംഗിളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു 70% മാറ്റമുണ്ട്. ഒരാളെ സംഘം 25% മാർക്ക് മാറുള്ളൂ. എന്തായിരുന്നു? പോട്ടെ. മറ്റേ ഇതിനകത്ത് ഇവന്റെ പാട്ടില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയന. പിന്നെ ഇപ്പൊ ലേസറ്റ് ഭയങ്കര ഇത് തന്നെ. ഏത് പാട്ടാന്ന് പറയണേ? ഈ ഫാഷൻ ഷോയുടെ ടൂൺ വരുന്നോ? ഇപ്പൊ ഈ കഴിഞ്ഞ പിന്നെ ഇവന്റെ പടത്തിലെ പാട്ട് ആ തൂണിന്റെ അപ്പുറം ഇങ്ങനെ മറ്റേ അത് നമ്മൾ തോന്നറിയാം പാട്ട്. ഓ നോക്കാം ഏതാ എന്നെ ചേരുന്നുള്ളത് നോക്കിയിട്ട്. വേറെ നമുക്ക് കുറേ റീൽസിന് വേണ്ടിയിട്ടേ കുറേ അധികം നമുക്ക് എടുക്കണം. ഒരു ചേട്ടനും ചേച്ചിയും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ചേട്ടൻ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ 2 യുവാക്കന്മാരിവിടെ വന്ന് നിൽപ്പുണ്ട്. ഇടുക്കിയിൽ വന്ന് നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. നമുക്ക് അവിടെ ചോദിക്കാം, എവിടെയാണ് നിങ്ങളുടെ വീട്? അങ്കമാലി മൂക്കന്നൂരാണ്. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ട് വരുന്ന. ആദ്യമായിട്ട് നമ്മുടെ ഈ പാർക്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താണ് ആദ്യം ചേട്ടൻ ചോദിക്കുക, അത് കഴിയുമ്പോൾ ചേച്ചി പറയണം കേട്ടോ. ഇവിടുത്തെ പാർക്ക് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ പിന്നെ തൂണുകളുടെ ആ കളറും ഇതിൻ്റെ മനോഹാരിതയൊക്കെ കൂടുമ്പോണ്ടോ ആരെ പിടിച്ചിരുത്തുന്ന നല്ല ഉഗ്ര സീനറി.
അതുപോലെ ഇഷ്ടപ്പെട്ടു പോയി അല്ലേ? ഇഷ്ടപ്പെട്ടു പോയി. നല്ല കാറ്റും കാലാവസ്ഥയും എല്ലാം കൊണ്ട് നല്ല അടിപൊളി. ചേച്ചിയോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇറ്റ്സ് ഫാന്റാസ്റ്റിക്, അമേസിംഗ്. ഹായ്. ഒന്നും പറയാനില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ എന്തായാലും 2 hour ഇവിടെ തീരും. നമുക്ക് ഇവിടെ ഇരിക്കാൻ തോന്നും, പോകാൻ തോന്നില്ല. അത്രയും മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റ് ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നവർ ആദ്യമായിട്ട് വരുവാണ്. അവരുടെ അഭിപ്രായം പറഞ്ഞാണ് അത് അടിപൊളി അല്ലേ. നമ്മുടെ ഇടുക്കിക്കാർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ളൊരു കമൻറ്റ് ഇവർ പറഞ്ഞിരിക്കുവാണ്. കാരണം അവരുടെ അനുഭവം വെച്ച് പറയണം, അല്ലാതെ മറ്റുള്ളവർക്കൊക്കെ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനിയും വരുമോ നിങ്ങൾ? തീർച്ചയായിട്ടും ഇനിയും വരും. തീർച്ചയായിട്ടും വരും. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ശരി, ഓക്കെ, താങ്ക്സ്. നമ്മളിപ്പോൾ ഒരു ചേട്ടനോടും ചേച്ചിയോടും ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അല്ല, അവർക്ക് നമുക്ക് ഈ പാർക്കിലുള്ള ഈ കളറുകൾ കണ്ട, ഈ തൂണുകൾ കൊടുത്തിരിക്കുന്ന കളറ് അത് തന്നെ നമ്മുടെ പുൽത്തകിടിയൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു കളറ് കൊടുത്ത് ഇവിടെ ഉള്ളതെല്ലാം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കളറ്, അതും കൂടാണ്ട് ഇവിടെ പുൽത്തകിടികളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു പോയി. അതാണ് അവർ പറയുന്നത്. കാരണം എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാൻ വരെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത് ഊഞ്ഞാൽ സെക്ഷനിലേക്ക് പോകാം. വായിച്ചു നോക്കാം. ഇവിടെ ഇരുന്ന് ഒരാൾ ഉത്സാഹിച്ച് നോക്കുന്നുണ്ട്. എന്തുണ്ട്, നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട് അത് ചിത്രശലഭമാണ്. ഒരു മഞ്ഞ ചിത്രശലഭമാണ്. നല്ല മഞ്ഞ കളറാണ്, നല്ല ഭംഗിയുള്ളതാണ്. അതിനെ കയ്യിൽ വന്നിരിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം പറന്നുപോയി, പിന്നെ പോയിട്ട് ഒരെണ്ണമുണ്ട്. അത് നല്ല കളറാണ്. അതാണ് 2 പേരും കൂടെ കൂടി, ഭാര്യയും ഭർത്താവും കൂടെ കൂടി അതിൻ്റെ ഒരു ഭംഗി വീഡിയോയിൽ പകർത്തുവാണ്. അതിൻ്റെ കയ്യിൽ വന്ന് ഇരിക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കിട്ടി. ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ട് പോകുന്നില്ല. ഇനി ഇവരെ ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കുറേ സമയമായി ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ട്. അതാണ് നമ്മൾ കാണുന്നത്. കാരണം ഇതുപോലെ നമ്മൾ ഇത്രയും നല്ലൊരു ഭംഗി, ഇത്രയും നല്ലൊരു മനോഹാരിത ഉണ്ടെങ്കിൽ എങ്ങനെ പോകാൻ പറ്റും? നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ, ദൂരെ കാണുമ്പോഴത്തേക്കുണ്ടോ ചെറുതോണി ഡാം കാണാം, അങ്ങ് കണ്ടോ ഇടുക്കി ഡാം കാണാം, കുറവമല കാണാം, കുറത്തിമല കാണാം. അതുകൂടാണ്ട് ദൂരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വൈശാലി ഗുഹ കാണാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഹിൽവി പാർക്കിൻ്റെ 2ാമത്തെ സെക്ഷനിലേക്ക്, ഇതിൻ്റെ ടോപ്പ് ഭാഗങ്ങളിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ ഇനി അടുത്തായിട്ട് കയറി പോകുന്നത്.
നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഹിൽവി പാർക്കിന് മുകളിലുള്ളതാണ് ഒരു കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് വന്നത്. ഏറ്റവും ടോപ്പ് സ്ഥലങ്ങളിലാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചയാണ്, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ഡാം, ചെറുതോണി ഡാമൊക്കെ കാണാം. ഇന്നിപ്പോൾ കാലാവസ്ഥ ക്ലിയർ ആയതുകൊണ്ട് നല്ലൊരു ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു കാലാവസ്ഥ കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത്, ഇപ്പോൾ വലസൈഡിൽ കാണുന്നത് കുറത്തി മലയാണ് നമ്മൾ കാണുന്നത്. കുറത്തി മലയിൽ നിന്നാണ് ഇടുക്കി ഡാം ഇത് കെട്ടിയിരിക്കുന്നത് കുറവമലയിലേക്ക്. കുറവമല നമ്മൾ ദൂരെ കാണുന്നതാണ് ഒരു ടണൽ. ആ ടണൽ പണ്ട് ഈ ഡാമിന് പണിക്ക് വേണ്ടിയിട്ട് അതിൽ കൂടിയാണ് പാറയും മറ്റും പൊട്ടിച്ചിട്ടുണ്ട്. അതിന് പാറയുടെ പൊട്ടിച്ചെടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഗ്യാപ്പാണ് നമ്മൾ കാണുന്നത്. അതുകൂടാണ്ട് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് കണ്ട് ഈ കാണുന്നതാണ് ചെറുതോണി ഡാം. ചെറുതോണി ഡാമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗവും ഇത് ചെറുതോണി ടൗണും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം വന്നിരിക്കുന്ന 2 പേരുണ്ട്. അവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് പോയതുകൊണ്ട് ഇവർ ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നുമില്ല. ക്യാമറയുടെ ബാറ്റ് തീരാറായി 2 പേരുടെയും. ഫോട്ടോ എടുത്തെടുത്ത് രാവിലെ തുടങ്ങി 2-3-4 മണിക്കൂർ മുമ്പ് തൊട്ട് തുടങ്ങിയതാണ് അല്ലേ. ഇനി ക്യാമറയിൽ ബാറ്ററിയും തീർന്ന് ക്യാമറ ഫുള്ളായി ഗാലറിയിൽ നിറച്ചിട്ടേ ഇവരിവിടുന്ന് പോകുള്ളൂ. അവർക്ക് അതുപോലെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് പണ്ടേ വരേണ്ടതായിരുന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഈ നമ്മുടെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് അവർ പോകാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹിൽവി പാർക്കിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ട് തിരിച്ചു വരുവാണ്. തിരിച്ച് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് വേറെ അഡ്വഞ്ചറായിട്ടുള്ള സൈക്കിളിൽ കയറാനുണ്ട്, അതുപോലെ തന്നെ പാലത്തെ കയറാനുണ്ട്, നടന്നു പോകുന്ന കമ്പിയെ കയറാനുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ടോപ്പ് കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അടുത്ത് നമുക്കിവിടെ കയറാൻ വേണ്ടിയിട്ട് കുറേ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ഉപകരണങ്ങളൊന്നുമുള്ളതല്ല, വേണ്ട, ഇവിടെ ബ്രിഡ്ജ്, ബർമ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സ്കൈ സൈക്കിളുണ്ട്. സ്കൈ സൈക്കിളിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൽ കൂടിയൊക്കെയാണ് നമ്മൾ ഇനി സഞ്ചരിക്കാൻ പോകുന്നു. അടുത്തതായിട്ട് എൻ്റെ കൗണ്ടർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ കൗണ്ടർ കാര്യങ്ങൾ. ഇതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണുന്നത്. ഇതാണ് ഇതൊക്കെയാണ് നമ്മുടെ അഡ്വഞ്ചർ. സൈക്കിള് അവിടെ ഇരിക്കുന്നില്ലേ, അതിൽ നമ്മൾ അങ്ങേ അറ്റത്ത് ഇപ്പോൾ ഒരാൾ പോയത് കൊണ്ടാണ് സൈക്കിൾ അവിടെ നമ്മൾ തിരിച്ചു പോയി വലിച്ചെടുത്തു. ഇതാണ് നമ്മൾ വന്നിരിക്കുന്നത്.
അതിൽ പോയാലോ? എനിക്ക് അതിൽ പോകണ്ട. ഉണ്ട് പേടിയാ? അതിൽ പേടിയാ. വെള്ളത്തിന് കൊണ്ടുപോയാടാ? വെള്ളത്തിന് കൊണ്ടുപോയില്ല, തൂങ്ങി കിടക്കുമ്പോൾ കാല് നടന്നു പോവാ. നടന്നു പോയില്ലേ? ഇപ്പം നമ്മൾ കാണുന്ന ഇടുക്കി ചെറുതോണി ജലാശയത്തിൽ കൂടി ഒരു ചെറിയൊരു വള്ളത്തിൽ വലിയൊരു ചങ്ങാടത്തിൽ കുറേ സാധനങ്ങൾ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് കാണുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എന്തോ ചെറിയൊരു മോട്ടോർ ഘടിപ്പിച്ച ചെറിയൊരു വള്ളമാണ്, ചെറിയൊരു ബോട്ടാണ് ഇത്. നമ്മൾ ഹിൽവി പാർക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ദൃശ്യമാണ്. വളരെ അകലത്തിലുള്ളതാണ്, അതുകൊണ്ടാണ് വളരെ ചെറുതായിട്ട് തോന്നും. അപ്പോൾ പുറകുവശത്ത് വലിയ ചങ്ങാടമാണ്. ഇത് ഉൾവനത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെയൊക്കെ കൊണ്ടുപോയി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കുറവമലയിൽ നിന്ന് പ്രവൃത്തിമലത്തേക്ക് പോവാണ്. നല്ല രസമുണ്ട്. എങ്ങനെ പിടിക്കുന്നു? അങ്ങനെ വെക്കണോല്ലേ? നല്ല ടൈറ്റ് ആക്കി ഇട്ടാൽ മതി, അപ്പൊ ശരിക്കും നിൽക്കും. ജീവിതത്തിൽ ഇത്രയും ചേട്ടാ ചേട്ടോ ചേച്ചിയുടെ ഡെലിവറി ചെയ്യാൻ സമയത്തായിരുന്നു.
പോരെ പോരട്ടെ. പോയി അവിടെ വന്നിട്ട് അവിടെ വാക്കിയെടുക്കാം. ആ അയ്യോ ഇല്ല, അതിനകത്തേക്കൊന്നും പോകുന്നില്ല, അതിനുള്ള നടുവില്ല. ബാഗിനകത്ത് ഇരിക്കണം, നടുവിൻ്റെ ആവശ്യമില്ല. ഇതല്ല, അപ്പുറം വലിയൊരു ഊഞ്ഞാലുണ്ട്, അത് ശരിക്കും ബാഗിനകത്ത് ഇരുത്തി വെച്ച് ലോക്ക് ചെയ്യുമോ? അധികമായല്ലേ ചെയ്യാം. നല്ല ലോക്കായിരുന്നല്ലേ? ആ, ഒരു കാരണവശാലും താഴെ വീട്ടില്ല. രണ്ടും ഒരുപോലെ കിട്ടും. ഇതുണ്ടോ? ആ മുന്നിലും പറയലും ആണ്. ഡബിൾ സൈഡ് ക്യാമറ. അപ്പോൾ നമ്മൾ ഹെൽവി പാർക്കും ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അല്ലേ. നമ്മൾ ഏകദേശം ഒരു എത്ര മണിയായപ്പോഴാണ് നമ്മൾ വന്നത്? 12 മണിയായപ്പോൾ വന്നു. ഇപ്പോൾ സമയം എന്നായി? 5 മണി. ഇതുവരെ എന്നെ എടുക്കുമായിരുന്നു. 4:19. എൻജോയ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ഇനിയും വരുമോ ഇതുപോലെ? പിന്നെ വരണം. ആ അപ്പം ഭാര്യയും ഭർത്താവും കൂടെ തന്നെ വന്നതല്ലേ? എങ്ങനെയുണ്ടെന്ന് അറിയാൻ വിലയിരുത്താൻ വേണ്ടിയിട്ട്. നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മൾ അറിയണമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേണം നമുക്ക് മറ്റുള്ളവരെ കൊടുക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ പോയാൽ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പ്രോഗ്രാം? ശരിക്കും ഇതാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ, നമുക്ക് റോഡൊക്കെ നല്ലത് മൂന്നാറിലേക്ക് പോകുന്നത്, പക്ഷെ ഇവിടെ ഒരു വേറൊരു വൈബാ ഇവിടെ. അതെ, വളരെ ഇഷ്ടപ്പെട്ടല്ലേ? പിന്നെ വേറൊരു നല്ല രസമാണ്. മൊത്തത്തിൽ നല്ലൊരു വ്യൂസും ക്ലൈമറ്റും, ശാന്തമായിട്ട് വണ്ടികളുടെ ബഹളങ്ങളില്ല, ഒന്നുമില്ല, എല്ലാം നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. സ്ഥലം. പിന്നെ മുകളിലുള്ള ഊഞ്ഞാല്, സൈക്കിള്, ഇങ്ങനെയുള്ളതെല്ലാം സൈക്കിളിലൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ആ സൂസു കർണ. ആ ആണോ? ഹിന്ദി പഠിക്കാൻ പറ്റപ്പോഴേ പഠിക്കാത്തതിന്റെ കുഴപ്പം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതിന് ആ സൂസു ഒന്നും ആരും ഹിന്ദിയിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല അവിടെ. ആണോ? അവിടെ പഠിപ്പിക്കുന്ന പിശാപ്പ് എന്ന് പറയും.